ഇന്നലെ തൊട്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഫിലിപ്പ് മമ്പാടിന്റെ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാത്തത്? നമുക്ക് ചാടിക്കേറി വേണമെങ്കിൽ ഒരാൾ നിരപരാധിയാണെന്നോ ഒരാൾ അപരാധിയാണെന്നോ പറയാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, മൾട്ടിപ്പിൾ സോഴ്സസിൽ കൺഫേം ചെയ്യണം, അദ്ദേഹത്തിന്റെ ആന്റിസിഡൻസും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തോട് ഒന്നെങ്കിൽ നിരപരാധിയാണെന്ന് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് എന്നൊരു സൈഡാണ് കൂടുതൽ ശരിയെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ വിഷയം, ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കേസിലെ സത്യം എന്താണ്? നമുക്ക് അത് ഡോക്ടർ ഷമീനയിൽ നിന്ന് തിരിച്ചറിയാം. ഡോക്ടർ ഷമീന വളരെ പ്രമുഖയായ ഒരു സൈക്കോളജി ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്, MBA ഒക്കെ പഠിച്ച ആളാണ്. ഡോക്ടർ ഷമീനയോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഷമീന മാഡത്തിന്റെ പെർമിഷനോടുകൂടി ഞാനിത് റെക്കോർഡ് ചെയ്യുകയാണ്. മാഡം എന്നോടൊപ്പം ഒരു വീഡിയോ കോളിലുണ്ട്. ഷമീന മാഡം റെക്കോർഡ് ചെയ്തോട്ടെ. ഹലോ ഷമീന മാം, സെൽഫി ക്യാമറ ആക്കാം. ഓക്കെ, കാണാം. ഷമീന മാം, അപ്പോഴേ ഞാൻ ഇന്നലെ തൊട്ട് നമ്മുടെ ഫിലിപ്പ് മമ്പാടിന്റെ വിഷയത്തിൽ പല ആൾക്കാരോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനോടും വീട്ടുകാരോട് സംസാരിച്ചു, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളവരോട് സംസാരിച്ചു. മഹാഭൂരിപക്ഷം ആൾക്കാർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഈ വ്യക്തിയെക്കുറിച്ചും മറ്റും. അപ്പൊ എനിക്ക് ഷമീന മാഡത്തിൽ നിന്ന് അറിയേണ്ടത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഷമീന മാഡത്തിന്റെ ഒരു അനാലിസിസും അഭിപ്രായവും ഈ വിഷയത്തിലെ കാഴ്ചപ്പാടുമാണ്. മാഡത്തിനെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളിപ്പം പുരുഷ കമ്മീഷൻ മാഡത്തിന്റെ സഹായം പല കാര്യങ്ങളിലും തേടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് എത്തിക്കാൻ. അപ്പോ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മാഡത്തിന്റെ ഈ കാഴ്ചപ്പാടൊന്ന് പറയുകയും ചെയ്യാം. ഞാൻ നിലവില് മലപ്പുറം ലോ കോളേജില് ഈ വർഷം റിസൈൻ ചെയ്ത വ്യക്തിയാണ്. MBA ആണ് എന്റെ ബിരുദാനന്തര ബിരുദം. സൈക്കോളജി മേഖലയില് വലിയ പ്രാധാന്യമുള്ള ആളുകളുടെ അത്ര പ്രിയോറിറ്റി ഒന്നും ഉള്ള ആളല്ല. പക്ഷെ എന്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഏകദേശം ഫാക്ടറാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പലപ്പോഴും ഒരു കേസ് വരുന്ന സമയത്ത് സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന ഏതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ കൂടെ നിൽക്കുന്നവരുടെ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾക്കാണ് വരാറുള്ളത്. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒഫീഷ്യൽ ട്രെയിനർ ആയിട്ടും ഹാപ്പിനെസ് സെന്ററിന്റെ പല വിഷയങ്ങളുമായിട്ട് ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സുഹൃത്താണല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, മറ്റുള്ളവർക്കിടയിലുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പുരുഷനെ പരിശോധിക്കേണ്ടത് ഈ സമൂഹത്തിൽ നമ്മളല്ല. അവർ ചെയ്യുന്ന ക്രൈം അടിസ്ഥാനപ്പെടുത്തിയ നിയമവും കോടതിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീ എന്നുള്ള രൂപത്തില് ഏതൊരു പുരുഷനെയോടും എന്ത് തരത്തിൽ പെരുമാറണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഒരു മുതിർന്ന സ്ത്രീക്കും. പിന്നെ വിഷയം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസത്തെയും നമ്മുടെ അടക്കം ചർച്ചകൾക്ക് കീഴെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ യൂട്യൂബിന്റെ ചാനൽ ചർച്ചകൾക്ക് കീഴിലൊക്കെ നിങ്ങളുടെ ആളുകളാണല്ലോ എന്നുള്ള അൺവാണ്ടഡ് കമന്റ്സും അതുപോലെ തന്നെ പ്രത്യേക ലിങ്കുകൾ പ്രത്യേകമായിട്ട് പെട്ടെന്നൊരു ദിവസം തയ്യാറാക്കി എടുത്ത പേജുകളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങി. അപ്പൊ അജണ്ട വ്യക്തമാണ്. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സമൂഹത്തില് നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു കേസ് വന്നു, ഇപ്പൊ അതിലൊരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എനിക്ക് ഒരാൾ അയച്ചു തന്നു. അതായത് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യപ്പെടില്ല. അതുപോലെ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമാണല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇത് വിശദീകരിച്ച അന്വേഷണത്തിന് ശേഷം മാത്രമാണ് അറസ്റ്റ് നടന്നിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എഴുത്ത് അവിടെ വന്നിട്ടുണ്ട്. ഞാനിത് പരിശോധിച്ചപ്പോ സാറൊക്കെയും ഈ സാമൂഹികമായിട്ട് ഇടപെടലുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, പോക്സോ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അണ്ടർ 18 ഉള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാൾക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്താൽ തന്നെ പോലീസ് കേസ് എടുക്കും. അതുപോലെ തന്നെയാണ് മറ്റേ 376 374 നമുക്ക് ലീഗൽ വർഷങ്ങൾ അത്രത്തോളം വർഷമില്ല എന്നിരുന്നാലും പറയാം. അപ്പൊ അത്തരത്തിലുള്ള കേസുകളൊക്കെ ആദ്യം എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. പോലീസിന്റേതായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ട്. അതിനുശേഷമാണ് ആളെ റിമാൻഡ് ചെയ്തിട്ട് വിചാരണ ആരംഭിക്കുക പ്രതിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ ഇത് പ്രതിയാണോ ഇരയാണോ എന്ന് ഒക്കെ തെളിഞ്ഞു വരണമെങ്കിൽ സമയം എടുക്കും. പക്ഷെ അതിനു മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ മീഡിയ ധർമ്മവും എനിക്ക് മനസ്സിലായെടുത്തോളം എനിക്ക് തോന്നുന്നു നീലകണ്ഠൻ സാറിന്റെ ഒരു ചർച്ചയിൽ മാത്രം അവിടെ കോട്ട് ചെയ്തപ്പോ സമൂഹത്തിൽ നിരവധി ആളുകളുടെ ഒരു ശത്രുത ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഫിലിപ്പ് മമ്പാട് എന്നും അതിൽ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ എല്ലാ മതങ്ങളെയും കൂട്ടുപിടിക്കുന്ന ചർച്ചകളൊക്കെ അദ്ദേഹത്തിന് വന്നതുകൊണ്ട് തന്നെ ചില എതിർപ്പുകൾ പല സ്ഥലത്തുനിന്നും ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു. പക്ഷെ ഒരു മാധ്യമത്തിൽ വന്നത് കുട്ടികൾക്ക്, കൗമാരക്കാരായ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും അതുവഴി തന്നെ കുട്ടികളെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്നതിന്റെയും ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലിലെ ചർച്ചയാണത്. അപ്പൊ പുരുഷൻ എന്നുള്ള സ്ത്രീ എന്നുള്ളതല്ല, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് ഓരോ വ്യക്തിമും സമൂഹത്തിന്റെ അവകാശി തന്നെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ അവകാശങ്ങളുടെ നിഷേധനമാണ് ആദ്യം തന്നെ മുൻവിധിക്കുന്നത്. അത്
ചാനൽ ചെയ്യുന്നത് പലപ്പോഴും ചാനലിൽ ഉയർന്ന മീഡിയ പ്രവർത്തകർ ചെയ്യുന്നത് ശരിക്കും അവരെയാണ് കേസെടുക്കേണ്ട രൂപത്തിൽ പോലും ചർച്ചകൾ വരുന്നത്. ശരി മാഡം, അപ്പൊ രണ്ട് കാര്യങ്ങളെ അല്ല ഫിലിപ്പ് സാറിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങള് മാഡത്തിന്റെ ഒരു അനാലിസിസ് എന്താണ്? അതായത് എനിക്കറിയില്ല ശരിയാണോ, ഈ കുട്ടി വേറെ ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തു തുടങ്ങിയ ചില വാർത്തകളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് മാഡത്തിന്റെ ഒരു അനാലിസിസ്? ഒന്നാമത് നമ്മൾ ഏതോ ഒരു ഇരയാക്കപ്പെട്ട കുട്ടിക്ക് എതിരൊന്നുമല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇരയ്ക്കൊപ്പം തന്നെയാണ് ഇരയാണെങ്കിൽ. എന്നാൽ അതേ സമയത്ത് അണ്ടർ 18 എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയല്ലല്ലോ ഇത്. ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞെത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് എത്തുന്ന ഒരു കുട്ടിയല്ല ഇത്. പിന്നെ ആ കുട്ടിയുടെ ഡിസേബിലിറ്റിയോ അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതുമായി മാനസികമായിട്ടുള്ള പിരിമുറുക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എടുത്തിട്ടായിരിക്കും അടുത്ത വിവാദം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞ് അവിടെ എങ്ങനെ എത്തുന്നു എന്നുള്ളത് ഒരു പുനർചിന്തന ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നിലവിലെ സമൂഹത്തിൽ ഇപ്പോഴും ബോധം വരാത്തൊരു കാര്യം, വേർഡ്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണോ സൈക്കോളജിസ്റ്റ്? അല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ സംസാരം കേട്ട് അവിടെ പോകുമ്പോൾ ഇത് ഏതോ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സൈക്കാട്രിക് റെഫറൽ ഉണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കാണാനോ മതാചാര്യന്മാരെ കാണാനോ പറഞ്ഞു കൊടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. അപ്പൊ 18 എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്ന ഒരു കുട്ടിയുടെ അവകാശങ്ങളെ അതിന് മുതിർന്ന ഒരാളുകൾ കൈക്കൊള്ളുന്നത് തെറ്റായ രീതിയിലല്ലേ എന്നുള്ള. ശരി, ഒരു കാര്യം കൂടെ ചോദിക്കാൻ. ഞാൻ 2-3 മാധ്യമങ്ങളില് ചില മാധ്യമങ്ങളിൽ ഇത് 2022 സംഭവിച്ചതെന്ന് പറയുന്നു, ചിലതിൽ കഴിഞ്ഞ വർഷമാണെന്ന് പറയുന്നു. മാഡത്തിന് ലഭ്യമായ വിവരം എന്താണ്? ചിലതിൽ 2022 സെപ്റ്റംബർ എന്നാണ് കണ്ടത്, ചിലതിൽ കഴിഞ്ഞ വർഷമെന്ന് പറയുന്നു. എന്താ മാഡത്തിന് ലഭ്യമായ വിവരം? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇരപരിവേഷമോ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സുഹൃത്ത് ബന്ധം എന്നുള്ളത് അങ്ങനെ വിച്ഛേദിക്കാൻ തരത്തിലുള്ള ധൈര്യമില്ലാത്ത ആളല്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ പറയണത് റീസെന്റ് ആയിട്ട് നടന്നത് 2022 അല്ല, കഴിഞ്ഞ കാലയളവിൽ നടന്നത്. കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അതിനോടൊപ്പം തന്നെ ചർച്ചകളിൽ വരുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വൈഫും മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ കാരണം അദ്ദേഹത്തിന്റെ വൈഫാണ് മുഴുവൻ നീളം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അത് അഡ്വക്കേറ്റ് അടക്കം എൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ, അങ്ങനെ വാർത്തകൾ ചിലർ ആദ്യം ഘട്ടത്തിൽ പടച്ചുവിടുന്നുണ്ടായിരുന്നു. വൈഫ് മാറി നിൽക്കുകയാണ്, വൈഫ് വേറെയാണ്. അങ്ങനെയല്ല, ഞാൻ വൈഫിനോട് സംസാരിച്ചിരുന്നു. വൈഫ് ശക്തമായി ഇദ്ദേഹത്തിന് പിന്തുണയും മറ്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വെറും നിറം പിടിപ്പിച്ച കഥകളാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കഥകളാണ് ബാക്കിയുള്ളവർ അടിച്ചിറക്കുന്നത്. അല്ല, ഏതൊരു വീട്ടിനകത്തും ഒരു വീട്ടിനകത്ത് ഫുൾ ടൈം പുരുഷനും സ്ത്രീ ഒന്നിച്ചിട്ടല്ലല്ലോ. പിണക്കങ്ങളും ഇണക്കങ്ങളും തന്നെയാണത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് ഈ മഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ പല തരത്തിലും പേരുകൾ എടുക്കാലോ. അത്തരത്തിൽ പടച്ചുവിടുന്ന കഥകൾക്ക് അപ്പുറത്ത് തന്നെ ഒരു മനുഷ്യനാണ് അത് എന്നുള്ളത്. അത് വിചാരണ നടക്കട്ടെ എന്നാ ഞാൻ പറയാം. ഏത് കേസും ഏത് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, ഞാൻ ഭാര്യയോട് സംസാരിച്ചതിനും കൂടെ ഒരു ഇൻപുട്ടാണ്. അവരും ഫിലിപ്പ് സാറിനെ കാണുകയും മറ്റും ചെയ്തു. ഫിലിപ്പ് സാർ പറയുന്ന, അല്ലെങ്കിൽ ശ്രീ ഫിലിപ്പിന്റെ വാദഗതി, ശ്രീ ഫിലിപ്പ് മുമ്പോട്ട് വെക്കുന്നത് അദ്ദേഹത്തെ കുടുക്കി എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയെ വെച്ച് അദ്ദേഹത്തെ കുടുക്കി എന്നുള്ളതാണ് അല്ലെ? എനിക്ക് ഈ കേസിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിലവിൽ ഇനി ഒരു പുതിയ നിയമം വരേണ്ടതുണ്ട് എന്നുള്ള സാഹചര്യത്തെ മുൻനിർത്തി തന്നെയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. കാരണം ഒരു പ്രതി, അതായത് പോക്സോ അല്ലെങ്കിൽ ലേഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരിക്കലും നമുക്ക് റിമാൻഡ് ചെയ്യപ്പെടാൻ നിർബന്ധമായിട്ടുള്ള സാഹചര്യമുള്ള കേസുകളിൽ എനിക്ക് തോന്നുന്ന ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള ഏതെങ്കിലും കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള സാഹചര്യം പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതൊരു കുഞ്ഞിന്റെ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം, നിങ്ങൾ ഇരക്കൊപ്പമോ പ്രതിക്കൊപ്പമോ എന്നുള്ളത്. ഇവിടെ ഞാൻ അക്കാഡമിക്കലിയാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാവുന്ന വിവരം ഇവരുടെ പേരിൽ മറ്റുള്ള, അതായത് ഇതേ ആളുകളുടെ മറ്റുള്ള കേസുകൾ ചില സ്ഥലത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാനും അത് കേട്ടതാണ്. അതായത് ഈ പെൺകുട്ടി തന്നെ മറ്റൊരാൾക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ? മറ്റൊരാൾക്കല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു സാഹചര്യം, ബഹ്റൈനിൽ ഏതോ ഒരു ആൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏകദേശം സാമ്യമുള്ള ഒരു കേസിൽ അറസ്റ്റിലാണെന്നുള്ളൊരു വിവരം. രണ്ടാമത്തത് ചെവായൂർ പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു മറ്റൊരു പരാതി, ഒന്നിലധികം പരാതികൾ നിലനിൽക്കുന്നു എന്നുള്ളതുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ വെച്ചോ ഈ പെൺകുട്ടിയോ മറ്റു പലർക്കെതിരെ പരാതി, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വെച്ചോ മറ്റാൾക്കാർക്കെതിരെ പരാതി ഉണ്ട് എന്നുള്ളൊരു വാദമുണ്ട്. കൂടുതൽ അതിനെ കുറിച്ച് തെളിവുകൾ വരട്ടെ. അതെ വരട്ടെ. അപ്പൊ എന്തായാലും മാഡം, നമ്മൾ ഇങ്ങനെ വാർത്തയായിട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം.
ശ്രീ ഫിലിപ്പ് കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുമ്പ് നമ്മൾ മുൻവിധിയില്ലാതെ ആ കേസിന്റെ ഡീറ്റെയിൽസ് വരട്ടെ എന്നും കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും ഇത് നിലനിൽക്കുമെന്ന് പറയണമെന്നും അല്ലെങ്കിൽ ട്രയൽ സ്റ്റേജ് വരെയെങ്കിലും നമ്മൾ കാത്തിരിക്കണം. അതിനു മുമ്പ് അദ്ദേഹത്തെ കരിവാരിത്തെ അപമാനിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അത് അന്യായമാണ്. അങ്ങനെ നമുക്ക് പറയാമല്ലോ. അതെ അതെ. ഇനി അതിന് വേറൊരു കാര്യം കൂടെ അറിയാൻ കഴിഞ്ഞത്, ഈ കുട്ടിയുടെ റിലേഷൻ തന്നെ എനിക്ക് തോന്നുന്നത് അവരുടെ എളാപ്പ എന്ന മുസ്ലിം മതപ്രകാരം പറയാം, അവരുടെ അക്കാഡമിക്കൽ എക്സലൻസ് ഉള്ള ഒരു ലേഡിയാണ്, ടീച്ചറാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഭർത്താവാണോ എന്ന് എനിക്കറിയില്ല, അവരുടെ പേരിലും നിലവിൽ ഇതുപോലൊരു കേസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ആ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ എന്തായാലും ഒരു കാര്യം വേണം, സംസാരിച്ചതിന് വളരെ നന്ദി. അപ്പോ നമുക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ദിവസം എടുത്തതെന്ന് പറഞ്ഞാൽ പരമാവധി അന്വേഷിച്ചിട്ട് മാത്രമേ, നമ്മൾ എടുത്തു ചാടി അഭിപ്രായം പറയരുതല്ലോ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു 7-8 ആൾക്കാരോട്, 1-2 പേര് ഇദ്ദേഹത്തിനെതിരാണ്, ബാക്കി 5-6 പേര് ഇദ്ദേഹത്തിന് അനുകൂലമാണ്, അങ്ങനെ പലരോടും സംസാരിച്ചു. അതിൽ നിന്നാണ് നമ്മളൊരു ഹോളിസ്റ്റിക് പിക്ചർ എടുക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം, ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായി, ഒരു കേസ് ഉണ്ടായി, ഇദ്ദേഹം കുറ്റക്കാരനായിട്ടില്ല. കോടതി വിധി വരുന്നത് വരെ, കോടതിയുടെ സമീപനങ്ങൾ വരുന്നത് വരെ നമ്മൾ വിധിക്കരുത്, നമ്മൾക്ക് മുൻവിധി ഉണ്ടാകരുത്. അത് കറക്റ്റ് അല്ലേ? എനിക്ക് അതിലൊരു പോയിന്റ് കൂടി ഉണ്ട്. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സമൂഹത്തിൽ എന്ത് വിഷയം വരുമ്പോഴും ചർച്ചകൾ നടക്കട്ടെ, വളരെ മനോഹരമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, എതിർവാദവും വാദവാദവും ഒക്കെ ഉണ്ടായിട്ട് ചർച്ചകൾ നടക്കട്ടെ. പക്ഷെങ്കിൽ ഒരു മനുഷ്യനെ അയാളുടെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെന്നോ അയാളുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ അത്രമാത്രം സ്ത്രീകളെ കാണാത്തവരായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊരു വൈകൃതമുള്ള ആളായിട്ടോ അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും. അതെനിക്ക് വളരെ ധൈര്യസമേതം തന്നെ പറയും ഞാൻ. കാരണം മാനസിക ആരോഗ്യം മൂലം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ, ഒരു കുഞ്ഞിനെ തന്നെ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഉപയോഗിക്കേണ്ട ഗതികേടൊന്നും നിലവിൽ കേരള സമൂഹത്തിലെ പുരുഷന്മാർക്കില്ല. വൈകൃതങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം, അല്ലാതെ ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അറിയാം. അപ്പൊ മാത്രമല്ല അദ്ദേഹത്തിന് 2 മക്കളും ഇതിനെക്കാട്ടി പ്രായമുള്ളവരാണ്. എന്തായാലും സത്യം പെട്ടെന്ന് തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു മാഡം. മാഡത്തിന്റെ കൂടുതൽ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. സത്യം പുറത്തു വരട്ടെ. താങ്ക് യു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ദിവസം എടുത്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വീഡിയോ ചെയ്യൂ. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ അറിയും ശരിയാണോ തെറ്റാണോ? അദ്ദേഹത്തിനെ എതിർക്കുന്ന 1-2 പേരുണ്ട്, അവർ എത്രയും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടരുത്, അതാണ് മുമ്പും ചില വാദങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് 1.5 ദിവസം കൊണ്ട് കാര്യമായി അന്വേഷിച്ചു, ഡ്യൂ ഡെലിജൻസ് നടത്തി, അവധാനതയോടുകൂടി പലരോടും സംസാരിച്ചു, ഇൻഫർമേഷൻ എടുത്തു, അദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ചു, സുഹൃത്തിനോട് സംസാരിച്ചു, അഡ്വക്കേറ്റിനോട് സംസാരിച്ചു, മറുഭാഗത്തിനോട് അടുത്ത് നിൽക്കുന്ന 1-2 പേരോട് സംസാരിച്ചു. അപ്പൊ ആ രീതിയിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കണം. ശ്രീ ഫിലിപ്പ് കേരള സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു നല്ല ഇൻഫ്ലുവൻസറും ഒരുപാട് പേരെ നന്മയുടെ പാതയിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സെഷൻസും ലഹരിക്കെതിരെയുള്ള പോരാട്ടവും ഒക്കെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തെ കുടുക്കിയതാണെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കോടതിയുടെയും മറ്റ് സമീപനങ്ങൾക്കായി വെയിറ്റ് ചെയ്യാം. എടുത്ത് ചാടാതിരിക്കാം. അവധാനതയോടെ ബഹുമാനത്തോടു കൂടി നമുക്കൊന്ന് ക്ഷമയോടുകൂടി നോക്കാം.